നമസ്കാരം. തമിഴ്നാട്ടിലെ ഹിൽ സ്റ്റേഷനായ സേലത്തിനടുത്തുള്ള ഏർക്കാടിലാണുള്ളത്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇന്ന് തിരിച്ചു പോവുകയാണ്. ഞങ്ങളുടെ പ്ലാൻ ഇവിടുന്ന് ബസ് കയറി നേരെ സേലത്തേക്ക് പോകും. അവിടുന്ന് വൈകുന്നേരം ട്രെയിൻ കയറി നാട്ടിലേക്ക്. ഏർക്കാട് ലേക്ക് ഇവിടെയാണ്. ഇവിടുന്ന് 700 മീറ്റർ ഉണ്ട് ബസ് സ്റ്റാൻഡിലേക്ക്. നേരെ തന്നെയാണ്. നടന്നങ്ങനെ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഒരു ബസ്സൊക്കെ കാണുന്നുണ്ട്. മിക്കവാറും അത് സേലം ഭാഗത്തേക്കുള്ളത് തന്നെ ആകാം. പിന്നെ ഇവിടെ തന്നെ ഒരുപാട് ടാക്സികളൊക്കെ ഉണ്ട്. സേലം ഭാഗത്തേക്ക് കൂടുതലും ചെറിയ ബസ്സുകളാണ്. ഇതുപോലുള്ള ബസ്സുകളാണ്. സേലത്തേക്കുള്ള ബസ് കിട്ടിയിരിക്കുകയാണ്. മുന്നിൽ തന്നെ ഇരിക്കാം. നേരത്തെ വരുമ്പോൾ മുന്നിലത്തെ വ്യൂ ഒന്നും കിട്ടിയില്ല. തിരിച്ചു പോകുമ്പോൾ എന്തായാലും കിട്ടി. 30 കിലോമീറ്ററിന്റെ അടുത്ത് യാത്ര ചെയ്യാനുണ്ട് സേലത്തേക്ക്. 1 മണിക്കൂർ യാത്ര. നമ്മൾ നടന്നു വന്ന വഴികളാണിത്. ഇവിടെ തന്നെ ഒരു ഗാർഡൻ ഉണ്ട്. ലേക്ക് ഇവിടെയാണ്. $30 കിലോമീറ്റർ പോകാൻ ബസ്സിൽ ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് 26 രൂപയാണ്. ഇനി ഇറങ്ങുകയാണ്. ഒരുപാട് ഹെയർ പിൻ വളവുകളുണ്ട്. ഇവിടെയൊക്കെ നല്ല തണുപ്പാണ്. ഇനി നേരെ സേലത്തേക്ക് തിരിച്ചെത്തുമ്പോഴോ അവിടെ നല്ല ചൂട്. ലോറി വരുന്നുണ്ട്. ഈ കയറ്റം കയറി വരുന്ന വണ്ടികൾക്കാണ് മുൻഗണന. ഇറക്കം ഇറങ്ങി പോകുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. ഈ റൂട്ടിലേക്ക് പ്രൈവറ്റ് ബസ്സിൻ്റെ സർവീസും ഉണ്ട്. മിനി കൂപ്പറൊക്കെ വരുന്നുണ്ട്.
സേലം സിറ്റിൻ്റെ കാഴ്ചയാണത്. മലയിറങ്ങി അടിവാരത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് സേലം ബസ് സ്റ്റാൻഡിലേക്ക് 8 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ ബസ്സിനാണ് വന്നത്. പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഭാഗത്ത് ഗവൺമെൻറ് ബസ്സുകൾ മാത്രമേ ഉള്ളൂ. ഇത് AC വണ്ടിയാണ്. പിന്നെ ആ ഭാഗത്തുള്ള ബസ്സുകളൊക്കെ കോയമ്പത്തൂർ ഭാഗത്തേക്കുള്ള 1 to 1 ആണ്. മേട്ടൂരിലേക്ക് പോകുന്ന പ്രൈവറ്റ് ബസ്സാണ്. തമിഴ്നാട്ടിലെ പ്രൈവറ്റ് ബസ് ഒരു ഒന്നൊന്നര ലുക്കാണ്. പിന്നെ ഇത് ഏതൊക്കെയോ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളാണ്. മധുരൈ, തിരുച്ചി, അങ്ങനെ പല ഭാഗത്തേക്കുള്ള ബസ്സുകളാണ് ആ ഭാഗത്തുള്ളത്. മേട്ടൂർ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് ഇവിടുന്ന്. എല്ലാ വണ്ടിൻ്റെയും ഡിസൈനിങ് അടിപൊളിയാണ്. അതുപോലെ തന്നെ പാട്ടൊക്കെ വെച്ച് സെറ്റാണ് ഇവിടുത്തെ വണ്ടികൾ. ഈ ബസ്സുകളൊക്കെ കാണാൻ നല്ല ലുക്കല്ലേ. എന്തിന്റെ ഡിസൈൻ കണ്ട ആനയൊക്കെ ഇതാ. ചെന്നൈ ആണ് ഈ ബസ്. ഓരോ ഭാഗത്തേക്കുള്ള വണ്ടികളുടെ ആ ഒരു പ്ലാറ്റ്ഫോം ഇവിടെ ബംഗളൂരു ആണ്. ബംഗളൂരു സൈഡിലേക്ക് വന്ന ബസ്സുകളാണ് ഇവിടെ. സേലം. ഇനി റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്കുള്ള ബസ് ഇവിടുന്നാണ് കിട്ടുക. ബസ് സ്റ്റേഷൻ്റെ അകത്തല്ല, ഈ പുറത്ത് ഭാഗത്തുണ്ടാവും. ഇതാ ഈ കാണുന്ന ബസ്സില്ലേ, അതൊക്കെ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് തന്നെയാണ് പോകുന്നത്. എന്തായാലും ആ ഒരു ബസ്സിൽ തന്നെ പോയി കയറാം. 3.5 കിലോമീറ്റർ യാത്ര ചെയ്യാൻ ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജാണ് 6 രൂപ. തമിഴ്നാട്ടിലെ ബസ്സിൻ്റെയൊക്കെ ടിക്കറ്റ് ചാർജ് വളരെയധികം കുറവാണ്. ഈ ബസ്സിനാണ് വന്നത്. ഈ ഭാഗത്തേക്ക് പ്രൈവറ്റ് ബസ്സും ഉണ്ട്. ഇവിടെയാണ് സേലം ജംഗ്ഷൻ. ഞങ്ങളുടെ ബാഗൊക്കെ ഉള്ളത് ഇവിടുത്തെ റെയിൽവേൻ്റെ ഡോർമെട്രിയിലാണ്. ഞങ്ങളിവിടെ 12 മണിക്കൂർ നേരത്തേക്ക് ഡോർമെട്രി എടുത്തിട്ടുണ്ട്. അത് 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ്. ഇനി നേരെ നമുക്ക് അങ്ങോട്ട് പോവാം. സേലം റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഭാഗമൊക്കെ അടിപൊളിയാണ്. ഡോർമെട്രി ഇവിടെയാണ്. അകത്തേക്ക് കയറാം. ക്യാബിൻ ടൈപ്പിലാണ് ഡോർമെട്രീസൊക്കെ വരുന്നത്. ആകെ ഇവിടെ 10 ക്യാബിനുകളുണ്ട്. 10ാമത്തെ ക്യാബിൻ ഇവിടെയാണ് വരുന്നത്. നോൺ AC ഡോർമെട്രി ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഫാൻ കൊടുത്തിട്ടുണ്ട്. കോമൺ ടോയ്ലറ്റും ബാത്റൂമും അവിടെയാണ്. D9ഉം D8ഉം ആണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇവിടെ തന്നെ ഒരു മിററുണ്ട്. പിന്നെ നമുക്ക് ചാർജിങ് പോയിൻ്റ് അവിടെയാണുള്ളത്. ഈ 2 ക്യാബിനും കൂടിയിട്ട് ഈ ഒരൊറ്റ ഫാനാണുള്ളത്. പിന്നെ ബെഡ്ഷീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പില്ലോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ലഗേജൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ വെക്കാം. ഇവിടെ ഇത്രയും സ്പേസ് ഉണ്ട് കേട്ടോ. ഇപ്പം നേരത്തെ യൂസ് ചെയ്ത ആളുടെ വേസ്റ്റൊക്കെയാണ് ഇതിൽ കാണുന്നത്. പിന്നെ ഇവർ നമുക്ക് ഈ ഒരു കീയും കൂടെ തരുന്നുണ്ട്. നമുക്ക് പൂട്ടിയിട്ട്, ഇപ്പോൾ ഞങ്ങൾ ഈ കീ ഉപയോഗിച്ചിട്ടാണ് പൂട്ടിയിട്ട് ഏക്കാട് ഭാഗത്തേക്ക് ഞങ്ങൾ പോയത്. പിന്നെ പ്രൈവസി ആകെ ഇത്രയേ ഉള്ളൂ. വലിയൊരു ഇതൊന്നും പറയാൻ പറ്റില്ല. ആ ഒരു പൈസേൻ്റെ വെച്ച് നോക്കുമ്പോൾ ഇത് ഓക്കെയാണ്. ജസ്റ്റ് ഈ പകൽ ടൈമിലൊക്കെ ഇവിടെ വന്ന് റെസ്റ്റൊക്കെ എടുക്കുവാണെങ്കിൽ ഓക്കെയാണ്. ഫാമിലി ആയിട്ട് വരുമ്പം ഇതൊരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം കണ്ടില്ല, ഇതാ ഈ ഒരു നമ്മൾ കിടക്കുന്നതൊക്കെ നല്ല രീതിയിൽ തന്നെ കാണും.
പകൽ സമയത്ത് സേലത്ത് വന്ന് സമയമൊക്കെ സ്പെൻഡ് ചെയ്യാനാണെങ്കിൽ ഓക്കെയാണ്. 12 മണിക്കൂർ സ്ലോട്ടിലാണ് ഞങ്ങളിവിടെ ഈ ഡോർമെട്രി എടുത്തത്. 150 രൂപയാണ് ഒരാൾക്ക് വന്നത്. പിന്നെ ഇനി നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന ട്രെയിൻ ചെന്നൈയിൽ നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന വെസ്റ്റ് കോസ്റ്റ് ആണ്. അതിവിടെ ഒരു 6 മണിക്ക് ശേഷം എത്തുള്ളൂ. അതായത് 6:40 സേലത്ത് എത്തുന്നത് കാണിച്ചത്. ഇപ്പൊ ഏകദേശം 3:30 ആയതേ ഉള്ളൂ. കാട്ട്പാടി ആണ് ഇപ്പൊ ആപ്പിൽ കാണിച്ചത്. പിന്നെ അതേപോലെ ഇനിയിപ്പോ സമയമുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഏർക്കാടുന്ന് വീട് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നല്ലൊരു തണുപ്പ് ഒരു അന്തരീക്ഷം ഉണ്ടായത്. പക്ഷെ സേലത്ത് ഇവിടത്തെ താഴെ ഇറങ്ങിയ സമയത്ത് ആകെ മാറി. നല്ല ചൂടാണ്. ഒരു രക്ഷയിലെ പുറത്തേക്കൊന്നും കുറച്ചു നേരെ നിൽക്കുമ്പോ തന്നെ വേർത്ത് കുളിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇനിയിപ്പം അതെ, കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം ട്രെയിനിൽ കയറി പോകാൻ പറ്റുള്ളൂ. റിട്ടയറിംഗ് റൂമിന്റെയും ഡോർമെട്രിന്റെയും താരീഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 12 മണിക്കൂർ 24. ഇത് നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോ. ട്രെയിൻ വരിക 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ്. 6:07 ഇപ്പം സമയമുണ്ട്. 6:37 ആകുമ്പം വണ്ടി എത്തും. ഞങ്ങൾ രാത്രി കഴിക്കാനുള്ള ഭക്ഷണം ഇവിടെ സ്റ്റേഷൻ തന്നെ പാഴ്സൽ വാങ്ങിയിരിക്കുകയാണ്. സേലം ജംഗ്ഷൻ. ഇനി ട്രെയിൻ വരാൻ 5 മിനിറ്റും കൂടെ ഉള്ളൂ. അതുപോലെ തന്നെ സേലം ജംഗ്ഷൻ വരാൻ കാരണം ഇവിടുന്ന് മേട്ടൂരിലേക്ക് ഒരു ലൈൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ധർമ്മപുരി ലൈനും. പിന്നെ അതുപോലെ തന്നെ ബാക്കി 2 ലൈൻ അറിയാലോ. ഒന്ന് കോയമ്പത്തൂരേക്കും പിന്നെ ഒന്ന് ചെന്നൈ ആ കാട്ട്പാടി റൂട്ടും. പിന്നെ ഈ സേലം ജംഗ്ഷനിൽ 5 പ്ലാറ്റ്ഫോം ഉണ്ട്. ആക്റ്റീവായിട്ടുള്ള 2 പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ 4ഉം 5ഉം ആണ്. 5 എന്ന് പറഞ്ഞാൽ കാട്ട്പാടി ചെന്നൈ ഭാഗത്തേക്കും, അതായത് ബാംഗ്ലൂരൊക്കെ പോകുന്ന വണ്ടികളൊക്കെ വരുന്നത് അവിടെയാണ്. അതുപോലെ നമ്മുടെ കോയമ്പത്തൂർ തിരുപ്പൂർ ഈറോഡ് ഭാഗത്തേക്കൊക്കെ പോകുന്ന ട്രെയിനിലൊക്കെ വരുന്നത് 4ലും. വണ്ടി എൺ 222637 പുരட்சி தலைவர் டாக்டர் MGR சென்னை சென்ட்ரல். Mangalore West Coast Superfast Express via ஈரோடு திருப்பூர் கோயம்புத்தூர் நடைமேடை 4 இன்னும் சற்று நேரத்தில் வந்து சேரும். ട്രെയിൻ നമ്പർ 22637 വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് ഇതാ പ്ലാറ്റ്ഫോം നമ്പർ 4ലേക്ക് കടന്നു വരികയാണ്. WP4 ആണ് ലോക്കോമോട്ടീവ്. അറക്കോണം ലോക്കോമോട്ടീവ് ഷെഡിന് കീഴിലുള്ള. ഞങ്ങളിതിൽ സ്ലീപ്പർ ക്ലാസ്സിലാണ് യാത്ര ചെയ്യുന്നത്. S3 ഇവിടെ തന്നെയാണ് S3 വരുന്നത്. ആറ് 50 സേലത്ത് നിന്ന് ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. അവരെ ഫുഡൊക്കെ ഉള്ളത്, അതായത് ഈ ഓൺബോർഡ് കാറ്ററിങ്ങിന് അവരെ. നമ്മുടെ ബെർത്തുള്ളത് ഇവിടെയാണ് 3ഉം 6ഉം. അതായത് ഈ ലൈറ്റ് ഇവിടുന്ന് ഓഫാവില്ല. നല്ല സ്ഥലത്ത് തന്നെയാണ് സീറ്റും കിട്ടിയത്. ഇവര് ചായേൻ്റെ പാത്രമൊക്കെ വെച്ചതുണ്ടാ ഈ ഒരു ടോയ്ലറ്റിൻ്റെ ഈ ഭാഗത്താണ്. അപ്പോൾ വൃത്തിയൊക്കെ അത്രയേ ഉള്ളൂ. 7:25 ട്രെയിൻ ഇതാ ശങ്കരി ദുർഗ് സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിനിന്റെ അകത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതായത് നമ്മൾ കുടിക്കുന്ന ചായന്റെ ആ ഒരു പാത്രമൊക്കെ ടോയ്ലറ്റിന്റെ ഭാഗത്താണ്. ഈ ട്രെയിനിന്ന് ചായയൊക്കെ വാങ്ങിച്ച് കുടിക്കുന്നവർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഞങ്ങൾ ഈ ട്രെയിനിന്ന് ചായ കുടിക്കുന്ന പരിപാടിയൊക്കെ പണ്ട് ഒഴിവാക്കിയത്. ആദ്യമൊക്കെ എന്താ പറയാ വാങ്ങാറുണ്ടായിരുന്നു. പിന്നെ ഈ പോയിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ ഒരുപാട് കാഴ്ചകൾ കണ്ട് നിർത്തി, ചായ കൂടി നിർത്തി. അത് മതിയായി. അത് ഇനിയിപ്പം ഈ സ്റ്റേഷനൊക്കെ വാങ്ങിച്ചു കുടിക്കുന്നതിന് ഞങ്ങൾ കുടിക്കണ്ടെന്ന് പറയുന്നല്ല, നിങ്ങൾ തന്നെ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. 7:52 ട്രെയിൻ ഇതാ ഈറോഡ് ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെയാണെന്നാണ് വിചാരിച്ചത്, പ്ലാറ്റ്ഫോം അല്ല. ഇവിടെയുള്ള ഈ ട്രെയിനാണ് ഈറോഡിൽ നിന്ന് MGR ചെന്നൈ സെൻട്രലിലേക്കുള്ള ഏർക്കാട് എക്സ്പ്രസ്. ഡെയിലി സർവീസ് ഉള്ള ഒരു വണ്ടിയാണിത്. ഇവിടെ ഒരു ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നേ, ചെന്നൈയിൽ നിന്ന് കോയമ്പത്തൂരിലേക്കുള്ള ഇന്റർസിറ്റി. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ ഇതുമുണ്ട്, അതായത് വെസ്റ്റ് കോസ്റ്റിൻ്റെ തൊട്ട് മുന്നിൽ. ഈറോഡ് 10 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. അടുത്തത് ഇനി തിരുപ്പൂര്. ഈ ട്രെയിനിൽ ഓൺബോർഡ് കാറ്ററിംഗ് സർവീസ് ഒക്കെ ഉണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സേലത്ത് നിന്ന് ഞങ്ങൾ അവിടുത്തെ ഫുഡ് കോർട്ടിൽ നിന്നാണ് ഭക്ഷണമൊക്കെ വാങ്ങിച്ചത്. ആ ഫുഡ് കോർട്ടിൽ
അവിടെയുള്ള ഭൂരിഭാഗം ആൾക്കാരും മലയാളികൾ തന്നെയാണ്, നമ്മുടെ വീഡിയോ കാണുന്നവർ തന്നെയാണ്. വാങ്ങിച്ചത് ചപ്പാത്തിയും വെജിറ്റബിൾ കറിയുമാണേ. ഇതിന് 40 രൂപയാണ് ആയത്. പല സ്റ്റേഷനിൽ 60, 70 വാങ്ങിക്കാറുണ്ട്. ഇവിടെ ആ ഒരു മിതമായ പൈസ മാത്രമേ വാങ്ങിച്ചുള്ളൂ കേട്ടോ. പിന്നെ അവരെന്നെ അതിൻ്റെ കൂടെ എക്സ്ട്രാ കറിയും വേറെയും തന്നിട്ടുണ്ട്. 4 ചപ്പാത്തിയും ഒരു വെജിറ്റബിൾ, അതായത് വെജിറ്റബിൾ കുറുമ. നല്ല ചൂട് ചപ്പാത്തി തന്നെയാണ്. പിന്നെ ബിരിയാണി ഉണ്ട്, എഗ് ബിരിയാണി, ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ട്. അതൊന്നും വാങ്ങിച്ചില്ല, ചപ്പാത്തി കഴിക്കാൻ നേരിട്ട്. പിന്നെ ഇവിടെ ബർത്തിൽ ഇതിൻ്റെയൊക്കെ ഈ കറീൻ്റെയൊക്കെ വേസ്റ്റ് ആവേണ്ട കരുതി ഒരു പത്രമൊക്കെ വിരിച്ചിട്ടുണ്ട്. നമുക്ക് മാത്രമല്ലല്ലോ ഈ ബർത്തിലൊന്ന് യാത്ര ചെയ്യേണ്ടത്, ഇനി വരുന്ന ആൾക്കാർക്കും ഇവിടെ തന്നെ യാത്ര ചെയ്യേണ്ടതാണല്ലോ. 8:52 ട്രെയിൻ ഇപ്പോൾ തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ 2 മിനിറ്റാണ് സ്റ്റോപ്പ്. അതുപോലെ തന്നെ തിരുപ്പൂരിലാകെ 2 പ്ലാറ്റ്ഫോമുകളേ ഉള്ളൂ. ഇനിയിപ്പം അടുത്ത സ്റ്റോപ്പാണ് കോയമ്പത്തൂർ. 1 മണിക്കൂറിനുള്ളിലെത്തും. 9:40 ട്രെയിൻ ഇതാ കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. കോയമ്പത്തൂർ ചെന്നൈ ചേരൻ എക്സ്പ്രസ് ആണിത്. കോയമ്പത്തൂരിൽ നിന്ന് വണ്ടി എടുത്ത് അടുത്ത സ്റ്റോപ്പിന് പോത്തന്നൂര്, പാലക്കാട്, അങ്ങനെയാണ്. നീലേശ്വരത്ത് ഈ ട്രെയിൻ എത്തുക വെളുപ്പിന് 3:20 അപ്പോൾ കുറച്ച് നേരത്തെ ഉറങ്ങിയെഴുന്നേക്കണം. ഒരു 3 മണി ആകുമ്പോഴെങ്കിലും ഉറങ്ങിയെഴുന്നേക്കണം. പയ്യന്നൂരൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഉറങ്ങിയെഴുന്നേക്കാം. അപ്പം ഇനി നാളെ രാവിലെ മുതലുള്ള കാഴ്ചകൾ കാണാം. ഗുഡ് മോർണിംഗ്. രാവിലെ 3:54 പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിയിരിക്കുകയാണ്. വണ്ടി ഇപ്പോൾ 50 മിനിറ്റോളം ഡിലേ ആണ്. നല്ല മഴയാണ്. പയ്യന്നൂരേക്ക് ഒരുപാട് ആൾക്കാർ ഇറങ്ങി. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലെ നവീകരണമാണ്. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ട സ്റ്റേഷനാണ്. നല്ല മഴ കാരണം യാത്രക്കാർക്കൊന്നും റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ കോട്ടയൊന്നും ഇല്ലാത്തത്. ആ ഭാഗത്താണ് റെയിൽവേ സ്റ്റേഷൻ്റെ പാർക്കിങ്. 2 വീലർ പാർക്കിങ്ങും ബാക്കി 4 വീലറും 3 വീലറിൻ്റെ ഒക്കെ പാർക്കിംഗ് അവിടെയാണ്. സേലത്ത് നിന്നും 489 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. 4:12 മഴയാണ്. ഈ ഷെഡുള്ള ഭാഗത്തൊന്ന് നിർത്തിയാൽ മതിയായിരുന്നു. എന്നാൽ പിന്നെ നനയണ്ടല്ലോ. ഇവിടെയായിട്ട് നിർത്തിയാൽ വളരെയധികം ഉപകാരമായാലും. എന്തായാലും നനയില്ലാന്ന് പ്രതീക്ഷിക്കാം. ഇതെന്തായാലും നനയും. ആ ഒരു ഏരിയയിൽ നിർത്തല്ലോ. നടുഭാഗത്ത് കൊണ്ടുപോയി നിർത്തും. അവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട്, ഇവിടത്തോട്ട് പോവാം. മംഗളൂരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷനെ ലക്ഷ്യമാക്കിക്കൊണ്ട് വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് ഇതാ നീലേശ്വരത്ത് നിന്ന് എടുത്തിരിക്കുകയാണ്. സേലത്ത് നിന്ന് നീലേശ്വരത്തേക്ക് ഒരാൾക്ക് സ്ലീപ്പർ ക്ലാസ്സിൽ വന്ന ടിക്കറ്റ് ചാർജ് 330 രൂപയാണ്. ഇവിടെ വന്ന ആൾക്കാർ കൊടയൊക്കെ എടുത്തു പോയി. കുറേ ആൾക്കാർ നനഞ്ഞിട്ടും പോകുന്നുണ്ട്.
ഇനി ഇതിൻ്റെ തൊട്ട് പുറകെ തന്നെ ഇവിടെ ചെന്നൈ സൂപ്പർ ഫാസ്റ്റും മാവേലിയൊക്കെ ഉണ്ട്. ജനറൽ വലിയ തിരക്കേ ഇല്ല കേട്ടാ. അത് പോയി. ഇന്നലെ സേലം റെയിൽവേ സ്റ്റേഷനിൽ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറയുണ്ടായി. അതായത് വേറൊന്നുമല്ല, സേലം ജംഗ്ഷൻ വരാനുള്ള കാരണം, അതായത് ഒരുപാട് റൂട്ടുകൾ പോകുന്നുണ്ടല്ലോ, അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ പറയാൻ വിട്ടുപോയതുകൊണ്ട്. ഒന്നെന്ന് വെച്ചാൽ കോയമ്പത്തൂർ തിരുപ്പൂർ ഭാഗത്തേക്ക് വരുന്ന റൂട്ട്, അതുപോലെ തന്നെ മറ്റൊന്ന് ജോളാർപേട്ട കാട്ട്പാടി, പിന്നെ വരുന്നത് വൃദ്ധാചലത്തേക്ക് ഒരു റൂട്ട് പോകുന്നുണ്ട്, 3 റൂട്ട്. പിന്നെ 4ാമത്തെ റൂട്ട് വരുന്നത് നാമക്കൽ വഴി കരൂരേക്ക്. പിന്നെ 5ാമത്തെ വരുന്നതാണ് മേട്ടൂർ ഡാമും അതുപോലെ തന്നെ ധർമ്മപുരി. ഈ മേട്ടൂർ ഡാമും ധർമ്മപുരിയും 2 വ്യത്യസ്തമായിട്ടുള്ള റൂട്ടല്ല കേട്ടോ. കാരണം സേലത്തു നിന്ന് ഒരു 11 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഓമലൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അത് ജംഗ്ഷനാണ്. അവിടെ നിന്നാണ് മേട്ടൂരിലേക്ക് വേറെ ലൈൻ പോകുന്നത്, പിന്നെ ധർമ്മപുരിക്ക് വേറെ ലൈനും പോകുന്നത്. മഴയായതുകൊണ്ട് മാത്രമല്ല ഇവിടെ ഞങ്ങൾ കയറി നിൽക്കുന്നത്. ഞങ്ങളുടെ വീടൊക്കെ ഉള്ളത് മലയോരത്താണ്. ഇവിടുന്ന് 30 കിലോമീറ്റർ ഉണ്ട് യാത്ര ചെയ്യാൻ. രാവിലെ 6 മണിക്ക് ശേഷമേ അവിടത്തേക്കുള്ള ബസ്സുകളൊക്കെ സ്റ്റാർട്ടിങ് ആവുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂറോളം നമുക്ക് ഈ സ്റ്റേഷനിൽ എന്തായാലും വെയിറ്റ് ചെയ്യാം. സമയം 5:30. ചെന്നൈ മാംഗ്ലൂർ സൂപ്പർ ഫാസ്റ്റ് ഇതാ വരികയാണ്. ഞങ്ങൾ ആദ്യം ഈ ട്രെയിന് വരാനാണ് പ്ലാൻ ഉണ്ടായത്, പക്ഷേ ഇതിൽ ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. ഇതൊരു നല്ല വണ്ടിയാണ്, നല്ലൊരു സർവീസ്. നീലേശ്വരം റെയിൽവേ ശ്രീ മുത്തപ്പൻ മടപ്പുര. 6 മണിയായി. ചെറുതായിട്ടിപ്പോൾ മഴ ചാറുന്നുണ്ട്. ഞങ്ങളിനിപ്പോൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ്. രാവിലെ ഇപ്പം പരശുറാമിന് പോകാനുള്ള ആൾക്കാരൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ടും ഇപ്പോൾ വരുന്നത്. ഈ ഭാഗത്തേക്കൂടെ നടക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ട്രെയിനൊക്കെ പോകുന്നത് കാണാം. ഞാനിപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് ബസ് സ്റ്റാൻഡ്. രാവിലെയുള്ള നീലേശ്വരം ടൗണിൻ്റെ ഒരു കാഴ്ചയാണിത്. ഇവിടെ ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോൾ നല്ല തിരക്ക് വരും. ഇരുഭാഗങ്ങളിലും കടകളാണ്. പിന്നെ ഇവിടുത്തെ റോഡില്ലേ, വളരെ വീതി കുറഞ്ഞ റോഡാണ്. കടകളൊന്നും ഓപ്പൺ ആകാനുള്ള ടൈമായിട്ടില്ല. 6 മണിയല്ലേ ആയുള്ളൂ. ബസ് സ്റ്റാൻഡ് ഇവിടെ തന്നെയാണ്. ഈ സമയത്ത് ഇപ്പം മഴയില്ല, അതെന്തോ ഭാഗ്യമായി. ഇവിടെയാണ് ബസ് സ്റ്റാൻഡ്. നീലേശ്വരത്ത് പുതിയ ബസ് സ്റ്റാൻഡൊക്കെ വരുന്നത് ഇവിടെയാണ്. ഇവിടെ തന്നെയായിരുന്നു ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നത്. അത് പൊളിച്ചിട്ടാണ് ഇപ്പം നല്ലൊരു ബസ് സ്റ്റാൻഡിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ വരുന്നത്. നമ്മുടെ നാട്ടിലേക്കൊക്കെ പോകേണ്ട ബസ് ഇവിടെയാണ് വരിക. കണ്ണൂർ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ഭാഗത്തേക്കുള്ള ബസ്സുകളൊക്കെ വരുന്നത് അവിടെ ഒരു താൽക്കാലികമായിട്ടൊരു ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചിട്ടുണ്ട്. അതൊക്കെ അവിടെയാണ് വരിക. ഞങ്ങൾ ദൂരെ യാത്രയ്ക്ക് പോയിട്ട് ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞാണ് വീട്ടിലേക്ക് പോകുന്നത് സ്കൂട്ടറാണ്. കാരണം ഞങ്ങളുടെ വണ്ടി ഇവിടുത്തെ ഒരു ബന്ധു വീട്ടിൽ വെക്കാറുണ്ട്. അതാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകാമല്ലോ. ഇപ്പം മഴയായതുകൊണ്ടാണ് സ്കൂട്ടർ എടുക്കാത്തത്. പിന്നെ താരതമ്യേന ബസ്സിനൊക്കെ ഇവിടുന്ന് പോകുന്നത് കുറവാണ്. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞൊരു 1 വർഷം മുന്നേ ഞങ്ങൾ ഇതേപോലെ വെസ്റ്റ് കോസ്റ്റ് ഇറങ്ങിയിട്ട് ഇവിടെ 6 മണിക്ക് വന്ന്, മുമ്പൊക്കെ 6 മണി കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഒരു വണ്ടി ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലേക്ക്. അന്ന് ആ ബസ് കയറാൻ വന്ന് നമുക്ക് ബസ് കിട്ടിയത് രാവിലെ 8 മണി കഴിഞ്ഞിട്ടാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ മലയോര ഭാഗത്തേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര ദുരിതമാണ്. ബസ്സുകൾ എന്ന് പറഞ്ഞാൽ കൃത്യസമയത്തില്ല. ചില സമയത്ത് ബസ്സുകൾ കിട്ടാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. 6:30 6:10 ഒരു ബസ് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിച്ചത്. അതിനില്ല. ഇനി 7 മണി കഴിയണം. വീണ്ടും ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. വേറെ എന്ത് ചെയ്യാനാ? വേറെ ഒരു ബസ് പോലും ഈ ഭാഗത്തേക്ക് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. കാത്തു നിൽക്കാം. ഇതല്ല നമുക്ക് പോകേണ്ട വണ്ടി. 7:15 ഇപ്പോഴും ബസ് വന്നിട്ടില്ല. ഇവിടെ ചിറ്റാരിക്കാൽ ഭാഗത്തേക്കുള്ളൊരു ബസ് വന്നിട്ടുണ്ട്. ഇത് കുന്നംകൈ വഴി ചിറ്റാരിക്കാലേക്ക്, അതായത് മണ്ഡപം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അതുവഴി പോകുന്ന ബസ്സാണ്. ഇന്ന് ആ ഒരു 7 മണിക്ക് ശേഷമുള്ള ബസ് ഇല്ല എന്നാണ് തോന്നുന്നത്. ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല ഇവിടെ. ഇനി 8 മണിക്ക് ശേഷം മാത്രമേ നമ്മുടെ നാട്ടിലേക്ക് ബസ്സുള്ളൂ. ഇവിടുത്തെ എപ്പോഴുള്ള ഒരു അവസ്ഥ തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ മലയോരത്തുള്ള ഞങ്ങളടക്കം ഇവിടെ ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥയാണ്. നമ്മൾ
പുറത്തേക്ക് പോയാൽ, അതായത് കേരളത്തിന്റെ പുറത്തേക്ക് പോയാൽ, ഇപ്പോൾ കർണാടക ആയാലും തമിഴ്നാടായാലും, നമ്മളിപ്പോൾ തമിഴ്നാട് നിന്നാണല്ലോ വരുന്നത്, ആ സേലത്ത് നിന്നൊക്കെ ഏതൊക്കെയോ ഭാഗത്തേക്ക് ഓരോ 5 മിനിറ്റും കൂടുമ്പോഴൊക്കെയാണ് ബസ്സൊക്കെ ഉള്ളത്. ഇവിടെ 5 മിനിറ്റ് കൂടുമ്പോൾ ബസ്സൊന്നും വേണമെന്ന് പറയുന്നില്ല, 1 മണിക്കൂർ കൂടുമ്പോഴെങ്കിലും ജസ്റ്റ്, അതായത് നമ്മുടെ ഈ ഭാഗത്തേക്ക് രാത്രി ഒരു 7 മണി കഴിഞ്ഞാൽ പിന്നെ ബസ്സൊന്നുമില്ല. അതായത് ലാസ്റ്റ് ബസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വസിച്ചൊന്നും വരാൻ പറ്റൂല. ലാസ്റ്റ് ഉണ്ട് രാത്രിക്കാലം 8 മണിക്കൊക്കെ ലാസ്റ്റ് ബസ് ഉണ്ട്. അതൊന്നും വിശ്വസിച്ച് പോലും നമുക്ക് ട്രെയിൻ ഇറങ്ങി വരാൻ പറ്റാത്ത അവസ്ഥയാണ്. നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കണ്ടു നോക്കി, നമ്മൾ രാവിലെ വെസ്റ്റ് കോസ്റ്റ് ഇറങ്ങിയതാണ്. എത്ര നേരം അവിടെ കാത്തു നിന്നു. ഇപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് ഇതേപോലെ അവിടെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. ഇന്നൊരു ഞായറാഴ്ച ഒന്നുമല്ല, ഒരു ഇട ദിവസം തന്നെയാണ്. ഇനി എപ്പം കിട്ടിയിട്ട് വീട്ടിലെത്തും. അതായത് വേറൊരു കാര്യമുണ്ട്, പണ്ട് സർവീസ് ഉള്ള പല ബസ്സുകളും ഇപ്പൊ നിർത്തലാക്കി. അത് മാത്രം ഇവർ ചെയ്യുന്ന വേറൊരു വൃത്തിയായിട്ട പരിപാടി എന്താ അറിയോ, നമ്മുടെ നാട്ടിലേക്കൂടെ വർഷങ്ങളായിട്ട് ഓടുന്ന പല പ്രൈവറ്റ് ബസ്സുകളുണ്ട്. ആ പ്രൈവറ്റ് ബസ് പോകുന്നതിന് 10 മിനിറ്റ് മുന്നേ ഇവർ KSRTC ആക്കും. അതായത് ഇപ്പൊ എടുത്തു പറയേണ്ട കാര്യമുണ്ട്, നമ്മുടെ നാട്ടിൽ അതായത് ഇവിടുന്ന് 12:45 ഒരു വണ്ടിയുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. ചീർക്കയം ചീർക്കയത്തേക്ക് പുങ്ങഞ്ചാലേക്ക് പോകുന്നില്ല, വൈകുന്നേരമാണ് അത് കൊന്നക്കാടേക്ക് പോകുന്നത്. ഒരു പ്രൈവറ്റ് ബസ് ഉണ്ട്. അതിന് ഇവിടുന്ന് പുറപ്പെടുന്നതിന് 10 മിനിറ്റ് മുമ്പ് ഇപ്പൊ ഒരു KSRTC ഇട്ടു. അത് പറഞ്ഞാൽ ഞാൻ ചെറുപ്പം മുതലേ ഉള്ള ഒരു ബസ്സാണ്. അതായത് അവരുടെ കച്ചവടം മുട്ടിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശമാണ്, അല്ലാതെ യാത്രക്കാർക്ക് വേണ്ടി ഇടുന്നൊന്നുമല്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഈ സമയത്തല്ലേ KSRTC കൊണ്ടുവന്നിടേണ്ടത്. അതുപോലെ നമ്മുടെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇരിട്ടി, പാണത്തൂര് ആ ഭാഗത്തേക്ക് പോകുന്ന ഒരുപാട് ബസ്സുകളുണ്ട്. ആ ഇരിട്ടി ബസ് പോകുന്നതിന് മുന്നേ ഇവര് ഇരിട്ടി ബസ് കൊണ്ടുവിടും. ഒന്ന് ചിന്തിച്ചു നോക്കി. ഒരു വല്ലാത്തൊരു നാറിയ അവസ്ഥ തന്നെയാണ് ഇതെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ലാസ്റ്റ് അവർ കൊണ്ട് ആ ബസ് നിർത്തും. ലാസ്റ്റ് മലയോരത്തിലുള്ള നമുക്ക് ബസ്സും ഇല്ലാത്തൊരവസ്ഥ, നമ്മളൊരു ഒറ്റപ്പെട്ട ഒരു അവസ്ഥയാവും. ശരിക്കും പറഞ്ഞാൽ സ്വന്തം വണ്ടിയിലവർക്ക് മാത്രമേ പോകാൻ പറ്റുള്ള ഒരു അവസ്ഥ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയോ, വല്ലാത്തൊരു വിഷമം. ഇത്രയും യാത്ര വന്നിട്ട് മഴയും വന്നു. ഇനിയിപ്പോ വേറെ കാര്യമുണ്ട്, ബസ് കയറിയിട്ട് ടിക്കറ്റ് കൂടെ നിങ്ങൾക്ക് കാണുമ്പോൾ ശരിക്കും വേറൊരു കാര്യം കൂടെ മനസ്സിലാവും. ഇനി 1 മണിക്കൂർ യാത്ര. രാജസ്വ സ്കൂളാണിത്. ഇതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ ഇവിടെയാണ്. ഏർക്കാടുന്ന് സേലത്തേക്ക് 30 കിലോമീറ്ററാണ് ദൂരമുള്ളത്. ഒരാൾക്ക് വന്ന ബസ് ടിക്കറ്റ് 26 രൂപയാണ്. ഇവിടെയും 30 കിലോമീറ്റർ തന്നെയാണ് യാത്ര ചെയ്യാനുള്ളത്. ഒരാൾക്ക് വന്ന ബസ് ടിക്കറ്റ് 38 രൂപ. ഇതാണ് പ്രധാന വ്യത്യാസം. അവിടെ വളരെയധികം പൈസ കുറവാണ്, ഇവിടെ എത്രയോ അധികമാണ്. തോളേനി മുത്തപ്പം മടപ്പുരയാണിത്. ബസ് ഇറങ്ങി ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണേ. നല്ല മഴയാണല്ലോ, നല്ല രീതിയിൽ തന്നെ വെള്ളമൊക്കെ കയറി. ശരിക്കും വെസ്റ്റ് കോസ്റ്റ് ഇറങ്ങി ഈ വെളിച്ചം വരുന്നതിന് മുന്നേ വീട്ടിലെത്തേണ്ട ഞങ്ങളാണ്.
പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങനെയൊക്കെ ആയി പോയി. എവിടെ നോക്കിയാലും നല്ല പച്ചപ്പ്. ഈ സമയത്ത് മാത്രമാണ് ഇപ്പൊ മഴ കുറവായിട്ടുള്ളത്. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, അത് KSRTC ബസ്സിനെയോ ജീവനക്കാരെയോ അല്ല, ഇതൊക്കെ നിയന്ത്രിക്കുന്ന ഒരു സിസ്റ്റം ഇല്ലേ, അതിനെയാണ്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും അവസാനം പണി കിട്ടുന്നത് നമുക്ക് തന്നെ ആയിരിക്കും. വിമർശിക്കാൻ ഒരു സ്ഥലത്തും ശരിക്കും പറ്റാത്തൊരവസ്ഥയാണ്. കാരണം അതിനെ ആ രീതിയിലാണ് ഈ ഒരു കാലഘട്ടം കാണുന്നത്. അതായത് പ്രതികരിക്കാൻ നമുക്ക് എല്ലാവർക്കും അവകാശമുണ്ട്, പ്രതികരിച്ചാലും പണി കിട്ടുമല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഈ പറഞ്ഞ പോലെ അന്യ സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്ത് പോയ സമയത്ത് ഒരുപാട് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. ആ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ ഇതൊക്കെ പറയുന്നത്. ഈ വിമർശിക്കുന്ന ആൾക്കാർ പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ എട്ടാവട്ടത്തിലുള്ള, അതായത് എന്താ പറയാ, എവിടെ പോവാത്തവരാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. തീർച്ചയായും. അപ്പൊ എന്താ പറയാ, അടുത്തത് ഇനി ഒരു ബീഹാറിലേക്ക് പോയാലോ എന്നൊരു പ്ലാൻ ഉണ്ട്. അപ്പം ബീഹാർ യാത്ര തന്നെ ആകാനായിരിക്കും ചാൻസ്. അതെ, കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു നോർത്ത് ഇന്ത്യ ഒരു സൈഡിലേക്ക് പോയിട്ട് കുറെ നാളായി. അതെ, അപ്പൊ എന്താ പറയാ, ഈ ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റു വീഡിയോ മാറ്റേഴ്സിനോട് ബൈ.